എല്ലാ വോട്ടർമാരെയും കണ്ടു കാണും എന്നാണ് പ്രതീക്ഷ. എന്താണ് അവസാന ഘട്ടത്തിൽ രമ്യക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ്? പ്രചരണം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പ്രവർത്തനത്തിലാണ് ഇപ്പം. ഓക്കെ, എന്തായാലും CPM-ന്റെ കുത്തക സീറ്റാണ്. അവിടെ നല്ല ആത്മവിശ്വാസം ഉണ്ടോ? കാരണം UDF സംവിധാനവും അതേപോലെ തന്നെ സഹപ്രവർത്തകരും എല്ലാവരും വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഏകീകരണം കൊടുക്കുന്നു. വളരെ സുസ്ഥിരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പം നടന്നു വരുന്നത്. അപ്പൊ അതിൽ വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഓരോ സഹപ്രവർത്തകരും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, ഈ പാർട്ടി സംവിധാനമൊക്കെ അത്ര നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ? എങ്ങനെയാണ് ആ സീറ്റൊക്കെ തിരിച്ചു പിടിച്ച് വിജയിച്ച് വരാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസാന ഘട്ടത്തിലും രമ്യക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷ. രമ്യയുടെ ആത്മവിശ്വാസവും അങ്ങനെ തന്നെയാണ്. അതെ അതെ, ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും. എങ്ങനെയുണ്ട് പാർട്ടി സംവിധാനങ്ങളൊക്കെ അവിടെ? തുടക്കം മുതൽ കാര്യക്ഷമമായിരുന്നോ? എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചോ? എന്തൊക്കെയാണ് രമ്യ പാർട്ടി പ്രവർത്തനങ്ങളിൽ സംവിധാനങ്ങളിൽ കണ്ട ഗുണങ്ങൾ? വളരെ കൃത്യതയോടുകൂടി KPCC വളരെ നേരത്തെ തന്നെ AICC തലത്തിലുള്ള AICCയുടെ കേരളത്തിൽ ചുമതലയുള്ള പിന്നെ അറിവഴകൻജിയും അതേപോലെ തന്നെ KPCC നേരത്തെ 2 പേർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രവർത്തനം നടന്നു വരുമ്പോഴാണ് UDF-ന്റെ സംവിധാനത്തിലേക്ക് കടക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിരിക്കുന്ന പ്രവർത്തനമാണ്. രമ്യ, എന്തൊക്കെയായിരുന്നു പ്രചരണ വിഷയങ്ങൾ? അത് സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ളത് മാത്രമായിരുന്നു? കേന്ദ്രവിരുദ്ധ പ്രചരണവും ഉണ്ടായിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ മെയിൻ ഫോക്കസ്? എന്തായിരുന്നു? കാരണം ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ അത് തിരികെ കൊണ്ടുവരണം എന്നുള്ളത് ജനങ്ങൾ ഒന്നടങ്കം പറയണം. ഇപ്പൊ ക്ഷേമ പെൻഷനുകളുടെ കാര്യം, നേരത്തെയൊക്കെ വിധവാ പെൻഷൻ കിട്ടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർദ്ധക്യം കാലം പെൻഷനും കൂടി കിട്ടുമായിരുന്നു. ആ പ്രായപരിധി കഴിഞ്ഞ് ഇപ്പം അതെല്ലാം വെട്ടിച്ചുരുക്കി ഒറ്റ പെൻഷനാക്കി പോയപ്പം അമ്മമാര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന പോലെ തന്നെ മതി. അതേപോലെ തന്നെ ചികിത്സാ സഹായം, കാരുണ്യ പദ്ധതി, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലെയുള്ള ഒരു സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമീപനം കൂടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്.